So, hello everyone. I hope you guys are doing great. This is me, Shubh Shokat speaking. And yes, you guessed it, I'm going to speak on the topic how to study IDT paper effectively. Effectively എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ, ഡിസ്ക്ലെയിമേഴ്സ്, ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ നമ്മൾ പ്രിഡോമിനറ്റ്ലി ആയിട്ട് ഫോക്കസ് ചെയ്യണം, എങ്ങനെ നമ്മൾ പഠിക്കണം, അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് വീഡിയോ ഈസ് ബേസ്ഡ് ഓൺ ദ സജഷൻസ് ദാറ്റ് ഐ ഹാവ് ഗോട്ട് ഫ്രം മൈ സ്റ്റുഡൻസ്. കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എങ്ങനെ നമ്മൾ ഈ പേപ്പർ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. സോ ദിസ് വീഡിയോ ഇസ് ഫോർ ദം. And based on the survey that I have taken, what I have understood that many students take this paper for granted. IDT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ ഒരു ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന രീതിയിലാണ്, അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റി മറയ്ക്കാനുള്ള ഒരു വീഡിയോ കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ സമർപ്പിക്കുന്നത്. സോ വിതൗട്ട് ഫർദർ മച്ച് അഡു, ലെറ്റ്സ് ബിഗിൻ with the topic. Okay, shall we? Yes, we shall. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. ആദ്യം ഞാനൊരു ഡിസ്ക്ലൈമർ ആയിരുന്നു. ഡിസ്ക്ലൈമർ എന്ന് ഉദ്ദേശിക്കുന്നത് ദിസ് നീഡ്സ് ടു ബി യുവർ റിയാലിറ്റി ചെക്ക്. ഇതനുസരിച്ചിട്ട് വേണം യു ഗൈസ് നീഡ് ടു ഗിവ് യുവർ പ്രൊസീഡിങ്സ്, യു ഗൈസ് നീഡ് ടു പ്രിപ്പയർ യുവർ സ്റ്റഡി പ്ലാൻ, യു ഗൈസ് നീഡ് ടു എന്താണ് പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് യുവർ ഡിസ്ക്ലെയിമർ. Then after that I will be discussing the category A topics, category B topics. അപ്പോൾ category A എന്താന്ന് B എന്താന്ന് ഞാൻ പറയും. Then after that I am going to tell you how to prepare your study plan. Okay, how to prepare. ഞാൻ സ്റ്റഡി പ്ലാൻ ഞാൻ ഷെയർ ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സജഷൻസ് ആൻഡ് യുവർ റിമാർക്സ്. So let's dive into it, shall we? Perfect. അപ്പോൾ നമുക്ക് ഡിസ്ക്ലെയിമർ വരാം. ഐ ബി ഗിവിംഗ് യു 3 and only 3 disclaimers. അപ്പോൾ ദിസ് നീഡ്സ് ടു ബി യുവർ റിയാലിറ്റി ചെക്ക് based on the current amendment, based on the current scenario, based on your current syllabus, updated syllabus വെച്ചിട്ടുള്ള ഡിസ്ക്ലെയിമറാണ് ഞാൻ പറയുന്നത്. You cannot skip the chapters. I am repeating again, ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. Why? ബിക്കോസ് ICA ഹാസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ICAയുടെ കയ്യിൽ AI ഉണ്ട്. ചുമ്മാ എന്താണ് ചാറ്റ് GPT അല്ലെങ്കിൽ എന്താ പറയുക CAGPTയിൽ വന്നിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, പ്രിപ്പയർ ക്വസ്റ്റ്യൻ ഫോർ IDT പേപ്പർ വിത്ത് സോ ആൻഡ് സോ ടോപ്പിക്സ്, അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രിപ്പയർ ചെയ്ത് തരാം. അത് ഒരു പോസിബിലിറ്റി ആണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ICA gives as such, പക്ഷേ that's a possibility. The questions can be drafted any way as possible. Repeated എന്നുള്ള കാര്യം തന്നെ പ്രതീക്ഷിക്കേണ്ട. എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു നീഡ് ടു എന്താ പറയുക തള്ളിക്കളയ എന്ന് ഞാൻ പറയുന്നില്ല. യു നീഡ് ടു ഫോക്കസ് ഓൺ ദ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഓൾസോ, ബട്ട് അറ്റ് ദി സെയിം ടൈം യു നീഡ് ടു എക്സ്പെക്ട് ദിസ് പോസിബിലിറ്റി ദാറ്റ് എനിവെയർ ക്യാൻ ബി ആസ്ക്ഡ്. കാരണം സിലബസ് ആ രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്നോളജി അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെ ഇതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ you cannot skip the chapters. പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ out of the 14 chapters, if you study 5 chapters, you can clear this paper. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. You need to study all 14 chapters. Let it be DT, let it be IDT, let it be costing, let it be accounts, let it be auditing. എല്ലാം തൊട്ടേ പറ്റൂ. That's the current scenario. So അതാണ്. പക്ഷേ you cannot complete the whole syllabus also. That's a reality check. You can ask all India rankers also. Even all India rankers cannot complete the whole syllabus perfectly. അതാണ് റിയാലിറ്റി എന്ന് ഞാൻ പറയാം. ഓക്കെ, സോ ഇഫ് ദേ സേ ദാറ്റ് ദേ കംപ്ലീറ്റ് ദ ഹോൾ സിലബസ് പെർഫെക്റ്റ്ലി, അടിപൊളിയാ, എവിടുന്ന് വേണമെങ്കിലും ആക്കാം, അടിപൊളി സെറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ വിശ്വസിക്കാൻ പോകണ്ട. ഒരു ഇതിൽ നടക്കത്തില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എന്താണ് ആബ്സല്യൂട്ട്ലി ഇംപ്രാക്ടിക്കബിൾ ടു ഡു സോ. ബിക്കോസ് യു ആർ സ്റ്റഡിങ് ഫോർ CA എക്സാമിനേഷൻ, ഡോക്ടറേറ്റിനല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മതി. ഓക്കെ, സോ സിലബസ് മൊത്തത്തിൽ പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യു നീഡ് ടു ടച്ച് ദ ഹോൾ സിലബസ് ആൻഡ് അറ്റ് ദി സെയിം ടൈം യു നീഡ് ടു ബിൽഡ് എ കോൺഫിഡൻസ് ഓൾസോ. അത് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് ഞാൻ ത്രൂ ഔട്ട് ദി വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ യു cannot complete the whole syllabus perfectly, but you can build a confidence that you can attend the questions through your examination. 3 hours and 15 minutes. Why did I say 15 minutes? നിങ്ങളുടെ പേപ്പർ കിട്ടാൻ പോകുന്നത് എപ്പോഴാണ്? 1:45. അപ്പോൾ 1:45 കിട്ടും, 5 മണിക്ക് അവർ എടുക്കും. പക്ഷെ എഴുതാൻ തുടങ്ങുന്നത് 2 മണിക്കാണെങ്കിൽ, ഈവൻ ദോ യു സ്റ്റാർട്ട് യുവർ റൈറ്റിംഗ് ഫ്രം 2 PM, യു ഗെറ്റ് യുവർ പേപ്പർ ഫ്രം 1:45 PM. അപ്പോൾ അവിടുന്ന് തൊട്ട് നിങ്ങളുടെ പ്ലാനിങ് തുടങ്ങണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അത് എന്ത് ചെയ്യണം? ദാറ്റ്സ് വാട്ട് ദ തേർഡ് സ്റ്റെപ്പ്, പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് ഇസ് വാട്ട് മേക്സ് ദ പേഴ്സൺ പെർഫെക്റ്റ്.
എ ഡിസിപ്ലിൻ ഫുൾ ക്യാൻ ഔട്ട് പെർഫോം ദ ലേസി സ്മാർട്ട്. എങ്ങനെ? പ്രാക്ടീസിലൂടെ. പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഏത് പേപ്പർ ആയിക്കോട്ടെ, തിയറി ആയിക്കോട്ടെ, പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, ഏത് പേപ്പർ പഠിക്കുകയാണെങ്കിലും പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ സിൻസ് ദിസ് ഇസ് ആൻ അപ്ഡേറ്റഡ് പേപ്പർ, ഓരോ അറ്റംപ്റ്റിലും ഇങ്ങനെ മാറി മാറി വരുന്ന രീതിയിലായതുകൊണ്ട് അമെൻമെന്റ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം ഫിനാൻസ് ആക്ടും GST ആക്ടും ഒക്കെ ഇങ്ങനെ അമെൻമെന്റ്സ് വരുന്നുണ്ട് 6 മാസം കൂടുമ്പോൾ, പിന്നെ ബഡ്ജറ്റ് മാറുമ്പോൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ സോ അമെൻമെന്റ്സ് ഇസ് മാൻഡറ്ററി ഫോർ യുവർ എക്സാമിനേഷൻ. അത് മനസ്സിലാക്കി. അമെൻമെന്റ്സും നോട്ടിഫിക്കേഷൻസും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം എക്സാമിന് പോകാൻ. സോ ദീസ് ആർ ദി ഡിസ്ക്ലെയിമേഴ്സ് ദാറ്റ് ഐ എം ഗിവിംഗ് യു ബിഫോർ ഐ അപ്രോച്ച് വിത്ത് ദ എലിഫന്റ് ഇൻ അവർ റൂം, how to prepare effectively. Okay, this is important for all the papers, so let's dive into it. Now the next part is category A and category B topic. Category A എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, if you focus on these 8 topics that I have listed above, മേലെ ഞാൻ കാണിച്ചിരിക്കുന്ന ലിസ്റ്റിൽ അനുസരിച്ച് ആ 8 ടോപ്പിക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് യുവർ കോൺഫിഡൻസ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറയുമ്പോൾ എക്സാമിന് മുന്നേ ആയിട്ട് യു പ്രിപ്പയർഡ് സംതിങ്. എന്താണ്, എക്സാമിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന 8 ടോപ്പിക്സ് ആണിത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു കംപ്ലീറ്റ് ദ സിലബസ് ഓൾസോ. ഞാൻ പറഞ്ഞ ഡിസ്ക്ലൈമറിൽ ഒരു ടോപ്പിക് പോലും വിടാൻ പറ്റില്ല, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ദീസ് 8 ടോപ്പിക്സ് ദാറ്റ് ഐ ഹാവ് ലിസ്റ്റഡ് ഈസ് GST ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് ഇന്ന് വരെ ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ, ലെറ്റ് ഇറ്റ് ബി RTP, ലെറ്റ് ഇറ്റ് ബി AMTP, ലെറ്റ് ഇറ്റ് ബി പ്രീവിയസ് പേപ്പർ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, ഈ 8 എന്താണ് ടോപ്പിക്സ് എന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു സ്റ്റഡി ദീസ് 8 ടോപ്പിക്സ് യു വിൽ ബിൽഡ് എ കോൺഫിഡൻസ്. വിത്ത് ദാറ്റ് യു നീഡ് ടു സ്റ്റഡി കാറ്റഗറി B ഓൾസോ. വൈ? 70-30 റൂൾ, 70% ഡിസ്ക്രിപ്റ്റീവ്, 30% MCQ. അപ്പോൾ 70 മാർക്കും 30 മാർക്കും ആ ഒരു രീതിയിൽ ഫോക്കസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കാറ്റഗറി ബിയും കൂടി ഫോക്കസ് ചെയ്യണം. എന്ന് വെച്ചാൽ കാറ്റഗറി ബി MCQ മാത്രം ആവണമെന്നില്ല, ഡിസ്ക്രിപ്റ്റീവ് ആകാം. ബിക്കോസ് വൈ? കമ്പ്യൂട്ടേഷനോ GST ലയബിലിറ്റി എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാറ്റഗറി ബിയിൽ എന്ന് പറയുമ്പോൾ എത്ര നന്നാക്കി പഠിച്ചാലും there will be sometimes that you can make an issue. പക്ഷെ കാറ്റഗറി എ ഒരിക്കലും ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല ഇഫ് യു സ്റ്റഡി പെർഫെക്റ്റ്ലി, ഐ മീൻ പ്രോംപ്റ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാറ്റഗറി എയും കാറ്റഗറി ബിയും ഇങ്ങനെ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി വിത്ത് ബോത്ത് ഓഫ് ദം ടുഗെദർ, നോട്ട് ഓൺലി ദാറ്റ് യു ബിൽഡ് കോൺഫിഡൻസ്, you can get the clear cut clarity that you completed the whole syllabus throughout. കയ്യിൽ തന്നെ ഉണ്ടാകും. It will be in the palm of your hand. So category and category is mandatory. ഈ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ the half of your problem is done. That I helped you out. Now the next part is study plan. Study plan ഞാൻ പറഞ്ഞു. എന്താ പറയുക, I won't be sharing my study plan. The reason is it depends from person to person. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ട് നോക്കാനായിട്ട്. എക്സാം മാത്രമല്ല, പല കാര്യങ്ങളും ഉണ്ടാകും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. എന്താണോ അതിനനുസരിച്ച് ആ ഒരു എന്താണ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്യണം, എങ്ങനെയാണ് വേണ്ട വെച്ചാൽ. പക്ഷേ എല്ലാ സ്റ്റഡി പ്ലാനും ഒരേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് തരാം. വാട്ട് ഓൾ യു നീഡ് ടു ചെക്ക് അപ്പോൺ. ഓക്കെ, ആൻഡ് ഇഫ് യു നീഡ് മൈ ഹെൽപ്പ് ടു പ്രിപ്പയർ ദ സ്റ്റഡി പ്ലാൻ, യു ക്യാൻ കോൺടാക്ട് മീ. I will share with you. With a 1 hour sitting, I can help you prepare the study plan. So, let me tell you that also. Study plan and the principles in the channel. Now, like I said, it varies from person to person. And the next part is that you should have a study partner. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, one thing based on my personal experience that ഞാൻ CA ഇൻ്റർ പഠിക്കുമ്പോഴും CA ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും I had a study partner. ഫൈനൽ ആകുമ്പോൾ not a partner, I had a study group actually, which actually helped me till the day before exam also. How to prepare, what to check upon, which notes should I be looking upon. എല്ലാ രീതിയിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Having a partner is really great. Like whatever you don't know, the opposite can help you actually. So it might be helping you at the last moment itself. അപ്പോൾ പാർട്ണർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. Okay, then the next part is 25-10-7-day plan. What do I mean by that is 25 days മതി IDT പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ. ടു ദി മാക്സിമം 25 മതി. 25ൻ്റെ അപ്പുറം പോകണ്ട. 25 days is more than enough to prepare your IDT paper. So if you're watching this video today, the day when I streamed, that means that your examination is 50 days from now. But 50 days from now ആയതുകൊണ്ട് the days you require is to prepare is 25 days. If you sit 3 hours a day, enough. 25 days is enough for your preparation. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. 25-10-7.
അപ്പോൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്, അവിടുന്ന് എത്ര ദിവസം ഉണ്ടോ എക്സാമിന്, അതിനനുസരിച്ചിട്ട് വേണം ഈ പ്ലാൻ ഉണ്ടാക്കാൻ. ആൻഡ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഇസ് ദാറ്റ് യു നീഡ് ടു ഹാവ് ദ പ്ലാൻ ഫോർ യുവർ 1.5 ഡേ. 1.5 ഡേ എന്ന് പറഞ്ഞാൽ ലോ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം എന്താ വരുന്നത്, DT IDT ആണ്, യുവർ ടാക്സേഷൻ പേപ്പർ. DT 50 മാർക്ക്, IDT 50 മാർക്ക്. അപ്പോൾ ആ രണ്ട് പേപ്പറിന് 1.5 ഡേയ്സ് എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ചെയ്തേ പറ്റും എക്സാമിന്. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട് ഗൈസ്. പക്ഷേ you need to have that plan. If you don't have that plan, whatever you're studying will be tend to be useless for your examination. കാരണം അത്ര എഫക്റ്റീവ് ആകണമെന്നല്ല, യൂസ്ലെസ് എന്നല്ല, അധികം എഫക്റ്റീവ് ആയി വരും എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് യുവർ 1.5 ഡേ പ്ലാൻ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ചെക്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡേ ടു ഡേ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്, അതനുസരിച്ച് ടിക്ക് ചെയ്ത് പോവാം. ലൈക്ക് ഇൻ ഓർഡർ ടു ബിൽഡ് എ മോട്ടിവേഷൻ ടു യുവർ സെൽഫ് ദാറ്റ് ഐ ഹാവ് സ്റ്റഡീഡ് സച്ച് ആൻഡ് സച്ച് ടുഡേ. ആ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് തലേന്നാണ്, എന്നിട്ട് പിറ്റേ ദിവസം അതിനനുസരിച്ചിട്ട് ചെയ്യും വേണം. ആൻഡ് ടൈം മാനേജ്മെന്റ്, ലൈക്ക് ഐ സെഡ്, 3 hours and 15 minutes യുവർ പേപ്പർ. അത് DTക്കും IDTക്കും മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഈക്വലി 3 മണിക്കൂറും 15 മിനിറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. അപ്പോൾ DT is 50 mark, IDT is 50 mark. സോ 3 hour 50 minutes ആണ് ടോട്ടൽ ആയിട്ട് വരുമ്പോൾ അതിന് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം DTക്കും IDTക്കും. സോ യു നീഡ് ടു പ്രിപ്പയർ എ പ്ലാൻ ഫോർ ദാറ്റ് ദ ഡേ ബിഫോർ യുവർ എക്സാം. ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ പണി കിട്ടും എക്സാമിന്. സോ അതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താ വേണ്ടെന്ന് ആണെങ്കിൽ I will prepare a separate video on how to approach for your examination in those 3 hours. If you want that, mention in our comment section, and accordingly I'll be very much ready to help you guys. പെർഫെക്റ്റ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഞാനിവിടെ ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആകും. സോ ദിസ് വീഡിയോ ഇസ് ബേസ്ഡ് ഓൺ ദ സ്റ്റുഡൻസ് ഹു given me the suggestion on how to prepare this paper. And if you want any other paper, and accordingly I'll be there, very much obliged to help you. പറഞ്ഞാൽ മതി, അതിനനുസരിച്ചിട്ട് ചെയ്യാം. You can contact me personally, and you can also mention in the comment box section also whatever you need to require. I'll be checking accordingly. Okay, so I hope this found helpful for you. Please do like, share, subscribe, and also please do give your insights on what all we need, what kind of future videos you require for your examinations, and accordingly we'll be there with you. And let me tell you guys, till your examination we are with you. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് രീതിയിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഐ എം വെരി മച്ച് റെഡി ടു ഹെൽപ്പ് യു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. Take care of your mental health, take care of your physical health, and I hope your studies are all in full swing. Take care and have a great day ahead.